2020 ജനുവരി 7 കൊച്ചി. ഒരു സാധാരണ പ്രഭാതം. സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങി. അച്ഛനും അമ്മയും കരുതി മകൾ സ്കൂളിലേക്ക് പോകുന്നുവെന്ന്. പക്ഷേ അവൾ ആ ദിവസം സ്കൂളിലെത്തില്ല. ഗോപിക വിശ്വസിച്ചത് സഫർ ഷാ എന്നൊരു യുവാവിനെ. സ്നേഹമെന്ന പേരിൽ വാഗ്ദാനങ്ങൾ, ഒരു പുതിയ ജീവിതത്തിന്റെ കഥകൾ. കൊച്ചിയിൽ നിന്ന് യാത്ര തുടങ്ങി. ചാലക്കുടി കടന്ന് അതിരപ്പള്ളിയുടെ നിശബ്ദത കാടുകൾ. വഴി മാറും തോറും ഗോപിയുടെ മനസ്സ് അസ്വസ്ഥമായി. എനിക്ക് തിരിച്ചു പോകണം, വീട്ടുകാരെ വിട്ട് പോകാൻ കഴിയില്ല, അവൾ പറഞ്ഞു. അവന് അത് സഹിക്കാനായില്ല. വിജനമായ കാട്ടിൽ തർക്കം രൂക്ഷമായി. ഓടിപ്പോകാൻ ശ്രമിച്ച അവളെ അവൻ തടഞ്ഞു. നിയന്ത്രണം നഷ്ടപ്പെട്ട അവൻ അവളുടെ ജീവൻ അവിടെ തന്നെ അവസാനിപ്പിച്ചു. തെളിവുകൾ നശിപ്പിക്കാമെന്ന് കരുതി ശരീരം കാട്ടിലേക്ക് തള്ളിയിട്ട് അവൻ മടങ്ങി. ഒരു മനുഷ്യജീവിതം ഒന്നുമല്ലാത്ത പോലെ. ഇതിനിടെ കാണാതായ പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതിയും നൽകി. മോഷ്ടിച്ച കാറിന്റെ പരാതിയും പോലീസ് കൂട്ടിയിണക്കി. ചെക്ക് പോസ്റ്റിൽ വെച്ച് പോലീസ് വാഹനം തടഞ്ഞു. അവനിൽ നിന്ന് സത്യം പുറത്തു വന്നു. രക്ഷപ്പെടൽ അവിടെ തന്നെ അവസാനിച്ചു. അന്വേഷണം പൂർത്തിയായി. കോടതി വിധിച്ചു ഇരട്ട ജീവപര്യന്തം. നിയമം അവനെ പിടികൂടി. ശിക്ഷ ലഭിച്ചു. പക്ഷേ ഗോപിക തിരികെ വന്നില്ല. ഈ കഥ ഒന്ന് മാത്രം പറയുന്നു: വിശ്വാസം നൽകുമ്പോൾ ജാഗ്രത വേണം. സംസാരിക്കുക, ശ്രദ്ധിക്കുക, സുരക്ഷിതരാവുക. കൂടുതൽ ക്രൈം സ്റ്റോറീസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.